അങ്ങനെ ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 3 റിലീസായിട്ട് കുറച്ചായി, പക്ഷേ കണ്ട് തീർത്തത് ഇപ്പോഴാണ്. വേറെ സിനിമകളും സീരീസുകളും കാണാണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്യൂർലി ഒരു ആവറേജ് സീസണായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത് സീസൺ 1 സീസൺ 2 വെച്ച് നോക്കുമ്പോൾ എത്രയോ റൈറ്റിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ഓക്കെയാണ്. ആകെ എനിക്ക് തോന്നുന്നത് മേക്കിംഗ് ആൻഡ് പെർഫോമൻസ് മാത്രമാണ് സീസൺ 1 സീസൺ 2 ഒരു നീതി പുലർത്തിയെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ അതല്ലാതെ സീസൺ 1 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഒന്നുമല്ല സീസൺ 3 മാത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നോട്ട് ഗുഡ് ഇനഫ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഇവർ തിരിച്ചാ ഒരു വേൾഡിലേക്ക് പോണ ഒരു ഇതുണ്ടല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതൊന്നും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെച്ചായിട്ട് കിടക്കുന്ന ഗെയിംസാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ മെയിൻ സാധനം ഗെയിംസാണ്. പിന്നെ സീസൺ 1 സീസൺ 2 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറഞ്ചം പറഞ്ഞ ഗെയിമുകൾ ഭയങ്കര സ്പീഡിൽ പോണ ഗെയിമുകൾ, ഭയങ്കര ത്രില്ലിങ്. അതുകൊണ്ടാണ് വൺ ഓഫ് ദി ബെസ്റ്റ് വെബ് സീരീസ് എന്ന് വിശേഷിപ്പിച്ചത് ആലിസ് ഇൻ ബോർഡർലാൻഡിനെ. പക്ഷേ സീസൺ 3 വരുന്ന ടൈമിൽ സത്യം പറയണമെങ്കിൽ 2-3 ഗെയിംസ് ഉള്ളൂ. പക്ഷേ ഈ ഒരു ഗെയിംസ് ഭയങ്കര അനാവശ്യമായിട്ട് സ്ട്രെച്ചർ, എസ്പെഷ്യലി ഈ 5ാമത്തെ എപ്പിസോഡോ 4ാമത്തെ എപ്പിസോഡിലൊരു ഗെയിമുണ്ട്. അല്ല, 5ാമത്തെ എപ്പിസോഡോ, മൊത്തത്തിൽ 6 എപ്പിസോഡുള്ള റിലീസ് ചെയ്തിരിക്കുന്നത്. അതുള്ളൂ 6 എപ്പിസോഡുള്ളൂ. അപ്പോൾ അതിൽ ഈ 5ാമത്തെ എപ്പിസോഡിലും 6ാമത്തെ എപ്പിസോഡിലും ഒറ്റ ഗെയിമാണ്. അതായത് 5ഉം 6ഉം എപ്പിസോഡ് ഉണ്ടല്ലോ, അത് ഏകദേശം 2.5 മണിക്കൂറോളം ഒരൊറ്റ ഗെയിമാണ്. അതിൽ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് ഭയങ്കര പെയിൻഫുള്ളി സ്ട്രെച്ച് ആയിട്ടാണ് കിടക്കുന്നത്. 5ാമത്തെ എപ്പിസോഡ് ഒന്നും കൊണ്ട് നീങ്ങളില്ല, അങ്ങനത്തെ ഒരു സാധനം. അത് ഒരു മറ്റേ ടക്കാഷി കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നിന്നൊക്കെ കണ്ടിരുന്ന ഒരു സാധനമുണ്ട്, അതേപോലത്തെ ഒരു ഗെയിമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു ഫ്യൂച്ചർ കാണിക്കുക, അത് തീരെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ഗെയിം. പിന്നെ ഇത് സെയിം അതിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് ആ ഗെയിമിൻ്റെ കണ്ടിന്യൂഷനാണ് ലാസ്റ്റ് എപ്പിസോഡിലേക്ക് വരുന്നത്. ലാസ്റ്റ് എപ്പിസോഡിലേക്ക് കൊണ്ട് വന്ന ടൈമിലും നമുക്കൊന്നും ഫീൽ ചെയ്യാത്ത ഒരു പ്രശ്നം സീസൺ 3 അതിൻ്റെ ഇടയിൽ ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നൊരു ഗെയിം കിട്ടുന്ന സാധനമാണ്. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഗെയിം, അത് ഒരു സൂപ്പർ മേക്കിംഗ് ആയിരുന്നു, സൂപ്പർ സാധനമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു കാർഡ് വെച്ചിട്ടുള്ള ഒരു ഗെയിമുണ്ട്, ഒരു എന്താ പറയുക ചീട്ട് കളിക്കൂലേ, ഈ ചീട്ട് കളിക്കുന്ന ഒരു ഗെയിമുണ്ട്. അതും കിടിലൻ സാധനമായിരുന്നു. പക്ഷേ ആ ഗെയിമും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രെച്ചായിട്ട് ഫീൽ ചെയ്തു. ഈ സ്ട്രെച്ചായിട്ട് ഫീൽ ചെയ്യാത്തൊരു ഗെയിം ട്രെയിനിൻ്റെ ഉള്ളിലത്തേന് അതൊക്കെ ഒരു വേറെ പരിപാടി കഴിച്ച് പോയിക്കണം, നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. പക്ഷെ അങ്ങനത്തെ കുറേ ഗെയിംസാണ് സീസൺ 1 സീസൺ 2 വന്നിട്ടുണ്ടായിരുന്നത്. സീസൺ 1 സീസൺ 2 എൻഡിങ്ങിലൊക്കെ നമുക്ക് കിട്ടിയൊരു ഫീൽ അന്യായമായിരുന്നു. പക്ഷേ അതും ഇവിടെ മിസ്സിങ് ആണ്. അതായത് അതിലൊക്കെ നമ്മൾ ആരിസു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ആരിസു നമുക്കിങ്ങനെ കാണുന്ന ടൈമിൽ ഈ ചെക്കനെ രക്ഷപ്പെടണം എന്നുള്ളൊക്കെ ഒരു ഫീല് സീസൺ 1 സീസൺ 2 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ. പക്ഷേ ഇവിടെ വരുന്ന ടൈമിൽ ഇമോഷണൽ സാധനത്തിനാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് സ്ക്വിഡ് ഗെയിം ഫൈനൽ സീസണിൽ എന്താണോ ചെയ്തത് ഏകദേശം അതൊക്കെ തന്നെയാണ് അവർ ഇവിടെയും ചെയ്തത്. പക്ഷേ സ്ക്വിഡ് ഗെയിമിൽ ആ കിട്ടിയൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, ആ സ്ക്വിഡ് ഗെയിമിൽ നമുക്ക് ആ ലാസ്റ്റ് ആ നായകനെ മരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ മെയിൻ ആക്ടറോ ആക്ട്രസോ രക്ഷപ്പെടണം എന്നൊന്നും ഇതിൽ തോന്നുന്നില്ല സീസൺ 3. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ലതെന്ന് തോന്നിയത് പെർഫോമൻസ്, ടെക്നിക്കൽ, ഇതിൻ്റെ മേക്കിങ്, അതേപോലെ തന്നെ ഇതിന് ഞാൻ പറഞ്ഞ ഈ 1-2 ഗെയിംസ് ഇതൊക്കെ കിട്ടുവാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെയും പോയ സാധനങ്ങളുണ്ട്. അതുപോലെ സീസൺ 1 2 പോലത്തെ ഒരു പെർഫെക്റ്റ് സാധനമല്ല സീസൺ 3 എന്ന് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ ആവറേജ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചിലപ്പോൾ സീസൺ 1 സീസൺ 2 പോലത്തെ ഒരു സീസൺ തന്നെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാവും ചിലപ്പോൾ എനിക്ക് ആവറേജ് ആയിട്ട് തോന്നാനുള്ള കാരണം. എനിവേ എനിക്ക് ഈ ഒരു സാധനം പ്യൂർലി ഒരു ആവറേജ് സീസണായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. ആലിസ് ഇൻ ബോർഡർലാൻഡ് മൊത്തത്തിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു വെബ് സീരീസ് തന്നെയാണ്. സീസൺ 1 2 കണ്ടിട്ടില്ലാത്തവരാണെന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു വെബ് സീരീസ് കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ സീസൺ 3 എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ആവറേജ് വാച്ചായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടെക് ടോക്സ് സൈനിങ് ഔട്ട്.